ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കൊത്തു പൊറോട്ടയാണ്. തട്ടുകടയിലെ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കൊത്തു പൊറോട്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. എരിവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് ഈ കൊത്തു പൊറോട്ട. അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് ചെയ്യണേ. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയിൽ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഈ സവാള എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പൊറോട്ടയുടെ കണക്കിലാണ് നമ്മൾ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊന്നും ഒരുപാടൊന്നും വഴറ്റിട്ട് വരേണ്ട ആവശ്യമില്ല. ഒരു മീഡിയത്തിലൊന്ന് വഴറ്റി കിട്ടിയാൽ മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ സവാളയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ പൊറോട്ടയ്ക്ക് ഉപ്പുള്ളതാണ്, അതിൻ്റെ പേരിൽ ഇനി വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സവാള എല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഒരു 2 വലിയ തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 2 മുട്ടയാണ്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം വേണം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ മാവ് പോലെ ഇങ്ങനെ ആയിപ്പോവും മുട്ട. അതിൻ്റെ പേരിലാണ് ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊറോട്ടയാണ്. ഞാനിപ്പോൾ ഒരു 3 പൊറോട്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് പരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊറോട്ടയെല്ലാം ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ നമുക്കിതിനി കൊത്തി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇരുമ്പ് തവയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു കപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് കൊത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി ചെറിയ പീസായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്കണം. നമ്മുടെ പൊറോട്ട എല്ലാം ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് വേണ്ട മസാല ചേർക്കേണ്ടത്. നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഒരൊറ്റ കൂട്ട് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അത് ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ ഈ ചിക്കൻ ഗ്രേവി ചേർത്തിട്ടാണ് ഈ തട്ടുകടയിലെല്ലാം കൊത്തു പൊറോട്ട തയ്യാറാക്കി തരുന്നത് നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഗ്രേവി ചേർക്കുന്ന ടൈമിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കൊത്തു പൊറോട്ടയ്ക്ക്. വേറെ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഗ്രേവി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം മസാലയും എരിവൊക്കെ ആവശ്യമോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഗ്രേവി ചേർത്തേക്കണം. നമ്മുടെ ഈ പൊറോട്ട എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില കൂടെയാണ്. അപ്പോൾ നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് കുറച്ച് മല്ലിയില ചേർക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാ തട്ടുകടയിലും നെയ്യ് ചേർക്കാറില്ല. പക്ഷേ നമ്മുടെ ഈ നെയ്യ് ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ കൊത്തു പൊറോട്ടയ്ക്ക്. അപ്പോൾ നിങ്ങളിത് മിസ് ചെയ്യാതെ ഈ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി
ആയിട്ടുള്ള കൊത്തു പൊറോട്ട സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊത്തു പൊറോട്ടയൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്കും പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.